കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബസിലിക്ക ക്രിസ്മസിനും തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. പള്ളി തുറന്ന് കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഔദ്യോഗിക വിഭാഗം പ്രതിഷേധിക്കുകയുമാണ്. അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. പാതിരാ കുർബാന ഏകീകൃതമാക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൽമായ മുന്നേറ്റം. ബോസ്കോ പുത്തൂർ പിതാവ് തന്നെ ഇന്നലെ രാത്രി 8:30 ആയപ്പോൾ ബസിലിക്ക വികാരി ആൻ്റണി പൂതവേലിയെ വിളിച്ചിട്ട് ഇവിടെ സംഘർഷ സാധ്യതകളുള്ളത് കൊണ്ട് സമവായം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കുർബാന ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബസിലിക്ക ദേവാലയം വീണ്ടും ഒരു ദീർഘകാല അടച്ചിടലിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറക്കുന്ന സർക്കുലറിന് പോലും ഈ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും കൽപ്പിക്കാത്ത അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ആദ്യമായിട്ട് രാജിവെക്കുക. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കുറേ അച്ഛന്മാർ ഈ പറഞ്ഞ പോലെ മാർപ്പാപ്പയെ വരെ അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. അശ്വിൻ, ഈ സെന്റ് മേരീസ് ബസേലിക്ക ക്രിസ്മസിനും തുറക്കില്ല എന്ന കാര്യം തീർച്ചപ്പെടുത്തിയോ? ഇപ്പോഴതിൽ പ്രതിഷേധം കനക്കുകയാണല്ലോ. ഗോപികൃഷ്ണൻ, നിലവിലത്തെ സാഹചര്യം സമാധാനപൂർണ്ണമല്ല എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസിലിക്ക തൽക്കാലം ഈ ക്രിസ്മസിനും തുറക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് വൈദിക സമിതി എത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഔദ്യോഗിക വിഭാഗമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ 24-നാണ് ഇതേ ദിവസം ഇങ്ങനെ വലിയ സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് ബസിലിക്ക പള്ളി അടച്ചിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും ആ അടച്ചിടുന്നതിന് ഒപ്പം തന്നെ മറ്റൊരു പ്രതിഷേധം കൂടിയുണ്ട്. ഇന്ന് രാത്രി അതായത് പാതിരാ കുർബാന ഏകീകൃതമായി നടപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യം വിമത വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുവദിക്കില്ല എന്നുള്ളതാണ് വിമത വിഭാഗത്തിൻ്റെ വാദം. അതേസമയം അതായത് പാതിരാ കുർബാന ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിയില്ല എങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്പസമയം മുമ്പാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആൻ്റണി പൂതവേലുമായി ഔദ്യോഗിക വിഭാഗം കൂടിക്കാഴ്ച നടത്തിയത്. അവിടെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ഏകീകൃത കുർബാന നടത്തിയില്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കുർബാന തടയുന്നതിലേക്ക് വരെ പോകേണ്ട സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം ബസിലിക്ക അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി നടക്കുന്ന കുർബാന ഈ വിഷയങ്ങളിൽ ഏറ്റവും നിർണായകമായി വരുന്ന ഒന്നാണ്. ഗോപികൃഷ്ണൻ, ശരി. വിവരങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴി, കൊച്ചിയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.